വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടനകളും വ്യാപാരികളും മറ്റ് ഇതര സംഘടനകളും ചേർന്ന് നയിക്കുന്ന കർഷക സ്വരാജ്യ സത്യാഗ്രഹ സന്ദേശയാത്രയ്ക്ക് മുണ്ടക്കയത്ത് സ്വീകരണം നൽകി. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിന് കർഷകവേദി പ്രസിഡന്റ് റോജർ ഇടയോടി അധ്യക്ഷത വഹിച്ചു. ഷെവിലിയർ VC സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികൾ ഭരിക്കേണ്ട വനം വകുപ്പ് ഇപ്പോൾ കേരളത്തിൽ സമാന്തര ഭരണ സംവിധാനമായി മാറിയെന്നും വനം വകുപ്പിന്റെ തെറ്റായ നയങ്ങളാണ് കേരളത്തിലെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുവാൻ കാരണമെന്നും VC സെബാസ്റ്റ്യൻ കുറ്റപ്പെടുത്തി. വനത്തിലുള്ള വന്യജീവികളെ വനത്തോടെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വനം വകുപ്പ് അവരുടെ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെടുന്നതിനുള്ള തെളിവാണ് വനത്തിനുള്ളിൽ നിന്നും വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതിന്റെ കാരണം. നമ്മൾ ആവശ്യപ്പെടുന്നത് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കാനുള്ളതാണ്. വന്യജീവി സംരക്ഷണ ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. പക്ഷെ വനംവകുപ്പില്ല കർഷകരെ പീഡിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലാണ് മുന്നിലുള്ളത്. വനംവകുപ്പ് അധികൃതർക്ക് എങ്ങനെ കൃഷിക്കാരുടെ മേൽ കേസെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഒരു സാമാന്യ ഭരണ സംവിധാനം കേരളത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ആരാണ് നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തന്നെയല്ലേ ഇതിന് കൂട്ടുനിൽക്കുന്നത്? നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയാണ് നമ്മൾ ഇതിനെ ചൊല്ലി സംസാരിക്കേണ്ടത്. കാരണം നിയമങ്ങൾ ഉണ്ടാകേണ്ടത് നിയമസഭയിലാണ്. നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. നിയമസഭയിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പരാജയപ്പെടുമ്പോൾ അവരെ പൊതുനിലത്തിൽ നേരിടേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കർഷകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റ് പ്രസിഡന്റ് TS റഷീദ്, ജോണി പൊട്ടംകുളം, ജോർജ് കുട്ടി കടപ്ലാക്കൽ, MK രാജു ഇമ്മാനുവൽ, ES ജോർജ്, ജോൺസൺ പാറക്കൽ, KK വിജയൻ, ബെന്നി പുളിക്കൽ, ബേബി വേണ്ടാനം തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ ക്യാപ്റ്റൻ KV ബിജു യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം 15-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ജാഥ സമാപിക്കും. തുടർന്ന് 100 മണിക്കൂർ ഉപവാസ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കും. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.